ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്നവരെ, നാം ഇന്ന് പെസഹ ആചരിക്കുകയാണ്. യഹൂദന്മാരുടെ പെസഹയെക്കുറിച്ചാണ് നാം കണ്ടുകൊണ്ടിരുന്നത്. യഹൂദന്മാരുടെ പെസഹ തിരുനാൾ എന്ന് പറയുന്നത് വർഷത്തെ ആദ്യ മാസമായ അബൂബ് മാസം എന്ന് പറയുമ്പോൾ നീസാൻ മാസം 14-ാം തീയതിയാണ് അവർ പെസഹ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. 14-ാം തീയതി സന്ധ്യ മുതൽ 21-ാം തീയതി സന്ധ്യ വരെയാണ് പെസഹ തിരുനാൾ ആഘോഷിക്കുക. ആ ദിവസം വരെ പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ അവർ ഭക്ഷിക്കാവൂ. അവർ ആ ദിവസങ്ങളിൽ വിശേഷവിധിയായ ചില വസ്ത്രങ്ങൾ അവർ ധരിച്ചിരുന്നു. അവർ എപ്പോഴും യാത്രയ്ക്ക് ഉള്ള ഒരുക്കം എന്ന നിലയിൽ എല്ലാം പൂർത്തിയായി യാത്രയ്ക്ക് ഒരുമിടാൻ പോകുന്ന രീതിയിലാണ് അവർ നിൽക്കുക. അവർ പ്രത്യേകതരം വസ്ത്രം ധരിച്ച് അവരുടെ തോളിൽ മാറാപ്പും അവരുടെ കയ്യിൽ വടിയും കൈത്തണ്ടയിൽ വിളക്കുമായാണ് അവർ നിൽക്കുക. അവർ ഭക്ഷണം കഴിക്കുന്നത് നിന്നുകൊണ്ട് അല്പം കുനിഞ്ഞോ അല്ലെങ്കിൽ അവർ ചാരി ഇരുന്നു കൊണ്ടുമാണ് ഒരു ഭക്ഷണം കഴിക്കുന്നത്. ഏത് സമയത്തും യാത്ര പുറപ്പെടാവുന്ന ഒരു പഥികൻ്റെ രീതിയിലാണ് അവർ ഭക്ഷണം കഴിക്കുക. പ്രിയ സഹോദരങ്ങളെ, അവർ ഇപ്പോഴും വളരെ കൃത്യമായി പെസഹ ആചരിക്കുന്നു. കാരണം അവർക്കത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റുന്ന കാര്യമല്ല. ദൈവം അത്ഭുതകരമായി അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക്, തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന സംഭവമാണ്. 2 പുറപ്പാടുകളാണ് അവരുടെ ജീവിതത്തിലുള്ളത്. ഒന്നാമത്തെ പുറപ്പാട് അവർ ചെങ്കടൽ കടന്നെത്തി എന്നുള്ളതാണ്. രണ്ടാമത്തെ പുറപ്പാട് എന്ന് പറയുന്നത് ജോഷുവയുടെ നേതൃത്വത്തിൽ പുരോഹിതന്മാർ വാഗ്ദാന പേടകവുമായി എടുത്ത് ജോർദാൻ നദിയിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ ആ ജലം ചെറുകെട്ടി നിന്നു. അതിനുശേഷം ആ ജനം ജോർദാൻ അക്കരെ കടന്നു. അവരെ ദൈവം അത്ഭുതകരമായി വഴി നടത്തുന്ന 2 സംഭവങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പെസഹയിലേക്ക് നാം വളരെയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കതിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം. ആത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെ മേലും യഹൂദന്മാരുടെ പെസഹാചരണത്തിൻ്റെ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരട്ടെ. ഒരിക്കലും ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ മറക്കുകയോ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്യാതിരുന്നിട്ടില്ല. നമ്മുടെ ജീവിതത്തിലും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും കൃതജ്ഞത അർപ്പിക്കുവാനും ഇടവരണം. അത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ദൈവം നമ്മളെ അവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.